ഹലോ ഹായ് നമസ്കാരം. ഇതൊരു Q&A വീഡിയോ ആണ്. Q&A വീഡിയോ എന്ന് പറയുമ്പോൾ Q&A വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഉണ്ണി വ്ളോഗ് സിനിഫൈൽ എന്ന് പറയുന്ന ചാനലിൽ ചെയ്തതാണ്. ഈ വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഭക്തിസാന്ദ്രമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവിടെ മണ്ഡലകാലമൊക്കെ ആണല്ലോ. ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ അവർ രാവിലെ മുതൽ തന്നെ യേശുദാസിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ടുകൾ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരാണ് അവർ വന്നിരുന്നിട്ട് എന്തോ പാരായണം ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോഴേ ഈ സ്പീക്കറിൻ്റെ മുഴക്കമൊക്കെ കാരണം ഓ ഓ ഇത്രയും നമ്മൾ കേൾക്കുന്നുള്ളൂ. അവർ കാര്യമായിട്ട് എന്തോ വായിക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ്, ഈ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന സമയത്ത് സ്പീക്കർ വെച്ച് ഇത് പുറത്തേക്ക് വെച്ച് നാട്ടുകാരെ ഉദ്ബോധിപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ വന്നിരുന്ന് നിങ്ങളുടെ അടുത്തിരുന്ന് ഇതെന്താണെന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കുമായിരിക്കും. ഈ സ്പീക്കറിലൊക്കെ വെച്ച് നാട്ടുകാർക്ക് മുഴുവൻ ശല്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയോട് എനിക്ക് യോജിപ്പില്ല. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഒരാൾ ഇത്രയും പ്രായമുള്ള ഒരാൾ വന്ന് എഫേർട്ട് ഇട്ട് വായിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിനോടുള്ള റെസ്പെക്റ്റൊക്കെ എനിക്ക് അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനും ആഗ്രഹമുള്ളവർക്ക് മാത്രം കേൾക്കാനുള്ളതുമായിരിക്കണമല്ലോ. അപ്പോൾ ആ സ്പീക്കർ പരിപാടി ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ ശമനം വന്നിട്ടുണ്ട്. ഇത്രയും നേരം ഒരു കുറച്ച് എനർജി ഉള്ളൊരു അമ്മൂമ്മയായിരുന്നു. പുള്ളിക്കാരി മാറിയിട്ട് ഇപ്പോൾ അത്ര എനർജി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് അവർ കേട്ടോന്നറിയില്ല, സൗണ്ട് കുറച്ച് കൂടി. എനിവേ, നമ്മുടെ ഇന്നത്തെ Q&A വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് Q&A വീഡിയോ പാർട്ട് 1 നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പെടാത്ത കുറച്ച് ചോദ്യങ്ങൾ മിച്ചമുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡു യു ഫീൽ ലോൺലി? അയ്യോ, ഈ Q&A എന്ന് പറയുന്നത് എൻ്റെ ഈ പേഴ്സണൽ ലൈഫ് അതുപോലെ തന്നെ ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഡു യു ഫീൽ ലോൺലി? ആർ യു എൻജോയിങ് ഇറ്റ്? ആർ യു ഗുഡ് അറ്റ് മേക്കിംഗ് ഫ്രണ്ട്സ്? അവസാനത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഐ എം നോട്ട് ഗുഡ് അറ്റ് മേക്കിംഗ് ഫ്രണ്ട്സ്. ഞാൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒട്ടും ഒരു അടിപൊളി മനുഷ്യനല്ല. കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു പരിപാടിയിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മൾ ആ ഫ്രണ്ടിൻ്റെ കൂടെ പോവാണ്. അവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും എല്ലാവരും വന്ന് നമുക്ക് ഷെയ്ക്കാനൊക്കെ തരുമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇടിച്ച് കയറാൻ പറ്റില്ല. നല്ല സമയമെടുക്കും. പക്ഷേ നമുക്കിത് ഞാൻ വേണമെന്ന് വെച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുള്ള സമയങ്ങളുണ്ട്. ഐ മീൻ, ഞാൻ ഈ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് സംസാരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുങ്ങിപ്പോയി ചെയ്ത് അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് വരില്ല. നാച്ചുറലി ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന ആളല്ല. ഇനി ഉള്ള ഫ്രണ്ട്സിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നവരുമല്ല. എൻ്റെ ഫോണൊക്കെ വല്ല കാലത്തും ഇങ്ങോട്ട് എന്തെങ്കിലും കോളോ മെസ്സേജോ വരുമ്പോഴാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് എഫേർട്ട് എടുത്ത് വിളിച്ച് മച്ചാനെ എന്തുണ്ടാ സുഖമാണോ? എൻ്റെ ഫ്രണ്ട് ഉണ്ട് അഫീഖ എന്നാണ് നമ്മൾ വിളിക്കുക. ഇവൻ ഇടയ്ക്ക് വിളിച്ചിട്ട് എവിടെ ഉണ്ടാ, എന്തുണ്ട്, സുഖമല്ലേ, വെറുതെ വിളിച്ചാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യും. എനിക്കതൊക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള നമ്മളിപ്പോൾ ഇത്രയും നാടുകളിൽ ഇത്രയും ജോലികൾ ചെയ്തു, അപ്പോൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഞാൻ ഹൃദയത്തിൽ വളരെ ക്ലോസ് ആയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ വിളിക്കുക, പ്രത്യേകിച്ച് കാര്യവും ആവശ്യങ്ങളും ഒന്നും ഇല്ലാതെ സംസാരിക്കുക എനിക്ക് വരില്ല അത്. അപ്പം ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ളതും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഞാൻ വളരെ പരാജയമായിട്ടുള്ളൊരു കാര്യമാണ്. ഡു യു ഫീൽ ലോൺലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ സിനിമകൾ, ട്രെയിലറുകൾ, അതുപോലെ തന്നെ സോഷ്യൽ ഇഷ്യൂസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പും ഞാനുമായിട്ട് അങ്ങനെ ഇരിക്കും. ഞാൻ ചെറുതിലേ തൊട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ബഹളത്തിനിടയിലും എനിക്ക് എൻ്റേതായിട്ടുള്ള ലോകം കണ്ടെത്താൻ പറ്റും. ഞാൻ SSLC പരീക്ഷയ്ക്ക് പഠിക്കുന്നത് TV വെച്ചിട്ട് അതിൻ്റെ ബഹളത്തിൻ്റെ ഇടയിലിരുന്നിട്ടാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ്, അമ്മയുണ്ട്, ആ സമയത്ത് മാമൻ എന്തുകൊണ്ട് വേറെ എന്തൊക്കെയോ പരിപാടികൾ, അങ്ങനെ ഫുൾ ബഹളത്തിൻ്റെ ഒക്കെ ഇടയിലിരുന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. ഞാൻ അതിനകത്താണ് ഇരിക്കുന്നത്, ഞാൻ അതിൻ്റെ അകത്തിരിക്കും. എനിക്ക് ബാക്കിയുള്ളൊന്നും എന്നെ ബാധിക്കാതെ അങ്ങനെ ഇരിക്കും. അത് ലോൺലി എന്നല്ല, ഞാൻ ഭയങ്കര ഫോക്കസ് ഉള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആ ബുക്കും തുറന്നു വെച്ചിരിക്കുകയായിരിക്കും. അതായത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം ചെയ്യാതെ ബാക്കി എല്ലാത്തിലും ശ്രദ്ധിച്ചിരിക്കുന്ന എന്നെയും എനിക്കറിയാം. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ ആൾക്കാർ എപ്പോഴും കൂടെ വേണമെന്നില്ല. ലോൺലിനെസ് ഫീൽ ചെയ്ത സമയമുണ്ട്. ഞാൻ ഹൈലി ഡിപ്രസ്ഡ് ആയ ഒരു സമയവുമുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും ലോൺലി അല്ല. ബഹളങ്ങളിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും ഒതുങ്ങിയാണ് ഞാൻ നിൽക്കുന്നത് എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. ആദ്യം എൻജോയിങ് ഇറ്റ്. എൻ്റെ ലൈഫിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നല്ലോ എന്ന് ഫീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസിൽ ഞാൻ എങ്ങനെയൊക്കെയോ എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ സർവൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എൻജോയ് ചെയ്യാനോ ഈ മൊമെൻറ്റ് എന്ന് ആലോചിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ആയിരിക്കുന്ന മൊമെൻറ്റിലായിരിക്കുക എന്നുള്ളതും ആ മൊമെൻറ്റിനെ മനസ്സിലാക്കി അതിൽ നിന്ന് എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ കണ്ടെത്തണമെന്നുള്ളതും. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഐ എം എൻജോയിങ് മൈ ലൈഫ്. പക്ഷേ ഈ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര മിടുക്കനല്ല. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ സുഹൃത്തുക്കളുള്ളത് കൊണ്ട് കുറച്ച് ആൾക്കാർ എപ്പോഴും എൻ്റെ ചുറ്റുമുള്ളതുപോലെ തോന്നും. അതെൻ്റെ മിടുക്കല്ല. അടുത്ത ചോദ്യം, ഒരു ഡയറക്ടർ ആകണമെന്നാണ് ആഗ്രഹം, പക്ഷേ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഇഷ്ടപ്പെടാത്ത ജോലിയിൽ തുടരേണ്ടി വരുന്നതിനെക്കുറിച്ചും ഒരു ഡയറക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഒരു ഉപദേശവും തരാൻ സാധിക്കുമോ?
നല്ലൊരു ഉപദേശമുണ്ട്. മോഹൻ, നിങ്ങളൊരു നടനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ സാധ്യതകളുണ്ടോ എന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ആഗ്രഹമുള്ള ഫീൽഡിലാണോ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റേഡിയോ ജോക്കിയായി ജോലി തുടങ്ങിയ സമയത്ത് ഞാൻ നന്നായി ചെയ്യുന്നു എന്ന് എല്ലാവരും പറയുമ്പോഴേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജോലിക്ക് കയറാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഫാമിലിക്ക് പൈസ ആവശ്യമുണ്ട്, ഫാമിലിയിൽ എല്ലാവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും നടക്കുന്നു, അപ്പം ഞാൻ ജോലിക്ക് കയറാമെന്നുള്ളതായിരുന്നു. പക്ഷേ സിനിമയിലൊരു അവസരം, ഒരു ഡബ്ബിംഗ് എന്ന് പറയുന്നൊരു പരിപാടി പറഞ്ഞു വെച്ച് അതിൻ്റെ പ്രൊഡ്യൂസറെ ചെന്ന് കാണാം എന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് പോകുമ്പോഴാണ് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. പിന്നെ എനിക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷേ ആ യാത്രയിൽ എവിടെയോ വെച്ച് ഞാൻ എൻ്റെ ജോലി അതിഭീകരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മൾ ഈ പാഷനേറ്റ് ആവുക എന്ന് പറയില്ലേ, എന്നോട് പലരും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അതിൽ പാഷനേറ്റാണ്, ഇതിൽ പാഷനേറ്റാണ്. നിങ്ങളത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നിങ്ങളതിൽ ട്രെയിൻഡ് ആയതിന് ശേഷം ഒരു മൊമെൻറ്റ് വരും, നമ്മൾ അതിനെ അങ്ങ് എൻജോയ് ചെയ്യുന്നൊരു മൊമെൻറ്റ് വരും. ഇപ്പം ഞാൻ RJing എന്ന് പറയുന്ന ജോലിയെ എനിക്കത് ഭയങ്കര പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇന്നും ഒരവസരം, ഞാൻ ഈ മൈക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതിൻ്റെ കാരണം പോലും എനിക്ക് ആ പണിയെടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് തരുന്നൊരു കോൺഫിഡൻസും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഇനി തിരിച്ച് ഞാൻ RJingലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ വയസ്സാം കാലത്ത് ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് അന്നുള്ള ജൂനിയറായിട്ടുള്ള RJസിനോടൊപ്പം ഒക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പോയേക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാനായിട്ടിരിക്കാൻ, ഈ പറയുന്ന കോർപ്പറേറ്റ് ബലംപിടുത്തങ്ങളൊന്നുമില്ലാതെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനായി നിന്ന് പെർഫോം ചെയ്യാൻ ഈ സ്പേസ് എനിക്ക് ആവശ്യമാണ്. ആൻഡ് വരുമാനവും ഈ പറയുന്ന പോലെ കൂടുതലാണ്. ഞാൻ സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് RJingലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ സാലറി വൈസ് ഒന്നും എനിക്ക് അത്രയും വലിയ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് മൈക്കിന് ഇഷ്ടമാണ്, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്. ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ അല്ല, നേരിട്ട് നിങ്ങളെ കണ്ടാൽ സംസാരിക്കുക, എനിക്കത് വരില്ല. അത് ഈ RJing എന്നുള്ള ഒരു സാധനമാണ്. ഞാനത് ചെയ്തിരുന്ന കാലത്ത് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഇഷ്ടപ്പെടാത്ത ഒരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരുന്നവൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എനിക്ക് ഊഹിക്കാനേ പറ്റൂ. അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഞാനത് അനുഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടത് അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ മ്യൂസിക്കാണ് പാഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷേ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിൻ്റെ സാമ്പിളുകൾ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒരാൾ അത് കാണും, ഇഷ്ടപ്പെടും, ശ്രദ്ധിക്കും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങും. ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. 1.5 വർഷം 1 രൂപ പോലും ബെനിഫിറ്റ് ഇല്ലാതെ. എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഏതൊരാളും നടത്തുന്ന അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ 1.5 വർഷം മുന്നോട്ട് പോയത്. പാരലലി എൻ്റെ ജോലിയെ ബാധിക്കാതെ അത് കൊണ്ടുപോയി. ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തന്നത്. പക്ഷേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ കാര്യത്തിൽ നിന്ന് ജോലിയേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് എന്ന് കിട്ടിത്തുടങ്ങിയോ അന്ന് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താൻ ഇങ്ങനൊരു ഡിസ്റ്റൻസ് ഉണ്ടായതിൻ്റെ കാരണം നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ വഴി കാണിച്ച് തന്ന ആളുകൾക്ക് നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരുന്നെങ്കിലോ, അങ്ങനെയാണെന്നല്ല പറയുന്നത്, അങ്ങനെ ആയിരുന്നെങ്കിലോ, നിങ്ങൾ ഒരാളാവാതിരിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തതയുള്ളവരാവട്ടെ. അതിനുവേണ്ടി മെൻ്റലി അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ല ടീച്ചറായിരിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം പാരലലി സംവിധാനമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കൊച്ചു കൊച്ചു വർക്കുകളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് സ്റ്റേജിൽ എന്തെങ്കിലും നാടകങ്ങളും കാര്യങ്ങളും പ്ലാൻ ചെയ്യൂ. അതേപോലെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്നിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നോക്കൂ. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് നോക്കൂ. നിങ്ങളിൽ ആ സാധനമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ഒരിക്കലും അത് വിട്ട് കളയുകയില്ല. പിന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ ജീവിതം മടുത്തു പോകുന്നത് പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ടീച്ചിങ്ങിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുമായിരിക്കും. എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഒട്ടും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് യുവർ ലൈഫ്. നമുക്ക് ഈ ജീവിതം രണ്ടാമത് ഇത്രയും കാലം ഞാൻ ജീവിച്ചൊരു 10 വർഷമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു പോയിട്ട് ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫ് വേറെ ആയനെ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ടൈം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഭയങ്കര കൺഫ്യൂഷൻ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണാം. നിങ്ങളുമായി നല്ല റാപ്പോ വരുന്നൊരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടും. ആ ഉത്തരങ്ങൾ നിങ്ങളെ നല്ലൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ഞാൻ 1 വർഷം മാത്രം താമസിച്ചിട്ടുള്ള സ്ഥലമാണ് പാലക്കാട്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കുറേ ഓർമ്മകൾ, പാടത്തിൻ്റെ നടുക്കൂടി ഈ
ചളിയില്ലേ, ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെള്ള പോലെ നമ്മളിങ്ങനെ കാല് ചവിട്ടുമ്പോൾ നമ്മുടെ വിരലുകളുടെയൊക്കെ ഇടയിൽ കൂടി ഇങ്ങനെ ചളി മുകളിലേക്ക് വരുന്ന പോലെ അങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ചളിയിൽ ഈ പാടത്തിൻ്റെ നടുക്കൂടി ഓടിപ്പോയി ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് കയറി അവിടുന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയ അങ്ങനത്തെ ഓർമ്മകളുണ്ട്. എൻ്റെ അനിയനും അനിയത്തിമാരും ഒക്കെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് അവിടെ വെച്ചിട്ടാണ്. ഞാൻ സംഗീതം പഠിക്കാൻ പോയിട്ട് എന്നെ ഓടക്കുഴലിന് അവിടുത്തെ, അതായത് പുള്ളി നമുക്ക് എഴുതി തരും വലിയൊരു ബുക്കിൽ സ്വരങ്ങളൊക്കെ എഴുതി തന്നിട്ട് പുള്ളി ആദ്യം നമ്മളെ കൊണ്ട് പാടിക്കും, അത് കഴിഞ്ഞ് പുള്ളി ഫ്ലൂട്ടിൽ ഇത് വായിക്കും, നമ്മൾ കൂടെ പാടണം. അങ്ങനെയായിരുന്നു. ഞാൻ പുറകെ ഇരുന്ന് വർത്താനം പറഞ്ഞതിന് എന്നെ പുള്ളി ഓടക്കുഴലിൽ നിറഞ്ഞ ഒരു സംഭവം വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്, നല്ലതും ചീത്തയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു സ്പേസാണത്. പിന്നെ ഞാനൊരു 4-4.5 വർഷത്തോളം കണ്ണൂർ വർക്ക് ചെയ്തതാണ്. ഈ കണ്ണൂരിനെ കുറിച്ച് നമ്മൾ പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ്, ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് ജീവിക്കുന്ന ഒരാൾ കണ്ണൂരേക്ക് പോകുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരുപാട് പേടികളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല മനുഷ്യന്മാരാണ്. നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നന്നായി ജീവിക്കുകയാണെങ്കിൽ നന്നായി ജീവിക്കാൻ പറ്റിയ ഒരു നാടാണ് കണ്ണൂർ. തൃശ്ശൂർ ഞാനൊരു 1.5 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ RJ ആയി വർക്ക് ചെയ്തിട്ട് ഒറ്റ മാസം കൊണ്ട് എനിക്ക് ലിസണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും നല്ല റെസ്പോൺസ് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഉണ്ണി എന്ന് പറയുന്ന പേര് കേൾക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല, ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. കൊച്ചിയിലാണ് എൻ്റെ 4ാം ക്ലാസ് മുതലുള്ള താമസം മുഴുവൻ നടന്നിട്ടുള്ളത്. അവിടെയും എനിക്കറിയാവുന്ന സ്ഥലങ്ങളും ആളുകളും ഒക്കെ കൂടുതലുള്ളത് അവിടെയാണ്. ഇതിലേതാണ്, ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ഞാൻ എൻ്റെ 2018 മുതലുള്ള ജീവിതം ഒരു 5 വർഷത്തോളം 5-6 വർഷത്തോളം ഇവിടെയാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും എനിക്കറിയാവുന്ന എനിക്കിഷ്ടമുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും എല്ലാം നല്ല സ്ഥലങ്ങളാണ്. ചില ആൾക്കാർ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ വെറുപ്പിക്കുന്ന സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥലവും നല്ലതാണെന്നേ, അവിടുത്തെ മനുഷ്യന്മാരാണ് നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്തിനെ മിസ്ജഡ്ജ് ചെയ്യാനൊരു കാരണമാവുന്നത്. നെക്സ്റ്റ് ഒരു ചോദ്യം, ദി ബെസ്റ്റ് ഡയറക്ടർ: ലോകേഷ്, പൃഥ്വിരാജ്, തരുൺ മൂർത്തി, നെൽസൺ ദിലീപ് കുമാർ, സന്ദീപ് റെഡ്ഡി വാങ്ക. ഇവരിൽ ആര് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന മൂവി റിലീസ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സിനിമയും എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു സാധാരണ കഥ, സിമ്പിൾ സ്റ്റോറി പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സിനിമ കണ്ടേ പറ്റുള്ളൂ. ചില ട്രെയിലേഴ്സൊക്കെ കണ്ടിട്ട്, നിങ്ങൾ ഈ മൂവി അപ്ഡേറ്റ്സ് വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അതിനകത്ത് ചിലപ്പോൾ ഈ ബംഗാളി സിനിമകൾ, അതുപോലെ ഗുജറാത്തി സിനിമകൾ, ഇപ്പം വശ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അതിൻ്റെ ഗുജറാത്തി വേർഷൻ ഫസ്റ്റ് അത് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇതൊരു ഗംഭീര സിനിമയായിരിക്കും, നിങ്ങൾ ആരെങ്കിലും ഗുജറാത്തിൽ താമസം ഉണ്ടെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. നമ്മളെല്ലാ സിനിമയും ട്രെയിലേഴ്സൊക്കെ കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആകാംക്ഷ ഫീൽ ചെയ്യും. പിന്നെ ഈ ബെസ്റ്റ് ഡയറക്ടർ ഇവരിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ പൃഥ്വിരാജും ലോകേഷും അടക്കം നമ്മളെ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്. തരുൺ മൂർത്തി ആണെങ്കിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്താ പറയുക, നമ്മൾ ഈ ലെജൻഡറി സ്ഥാനത്ത് നോക്കി കാണുന്ന സംവിധായകരുടെ സിനിമയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ആസ് ഡയറക്ടേഴ്സ് ഇവരുടെ സിനിമയുടെ പ്രായം ഇത്രയേ ആയിട്ടുള്ളൂ. ഇനിയും അവർ മുന്നോട്ട് വരാനുണ്ട്. നമ്മൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഗംഭീര സിനിമകൾ ഒരുപക്ഷെ ഇവരിൽ ഇനിയാണ് സംഭവിക്കാനുള്ളത്. ഇവരുടെ പഠിച്ചു തുടങ്ങലാണത്. കൊമേഴ്ഷ്യൽ സിനിമ എങ്ങനെ പ്രേക്ഷകരിൽ വർക്കാക്കി എടുക്കണം, എങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ ഇവർക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ കൂടെ ഇവരിലെ സംവിധായകന് പക്വത ആർജിക്കും തോറും അവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന അതിഗംഭീരമായ സിനിമകൾ ഇനിയും സംഭവിക്കാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതിൽ ആരാണ് ബെസ്റ്റ് ഡയറക്ടർ എന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. ഇഫ് യു ആർ getting a chance to write a book, what will be the title? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന പോലെ വെളിച്ചമില്ലാതിരുന്ന പയ്യൻ എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ ലൈഫിൽ കുറച്ചും കൂടി നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്ന സമയങ്ങളിൽ ഇതാണ് നല്ല തീരുമാനമെന്നും ഏത് വഴിയിലൂടെ നടന്നു തുടങ്ങണം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരുന്ന, കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയങ്ങളിൽ ഒരു ടോർച്ച് ഇങ്ങനെ അടിച്ചിട്ട് മോനെ ഇതാണ് ശരിക്കുള്ള വഴി, നീ വഴി പോയാൽ മതി എന്ന് മുൻകൂട്ടി ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റേജസ് എൻ്റെ ലൈഫിലുണ്ട്. അങ്ങനെ പ്രകാശം പരത്താനും നമ്മളെ മെൻറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ചില ആളുകളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ചില പൊസിഷൻസ്. അങ്ങനെ ഒരു മെൻറ്റർ ഉള്ളതുകൊണ്ട് എനിക്കൊപ്പം തുടങ്ങി, പക്ഷേ എന്നേക്കാൾ ഒരുപാട് മുന്നിലേക്ക് വളരെ എളുപ്പത്തിൽ നടന്നു പോയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന പോലെ, വെളിച്ചമില്ലാതിരുന്ന പയ്യൻ എന്ന് പറയുന്ന പോലെ. പക്ഷേ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പോയിന്റിലും എനിക്ക് നിരാശയില്ല. കാരണം എൻ്റെ മുമ്പിൽ അവൈലബിൾ ആയിരുന്ന ഓപ്ഷൻസ്, ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വഴികൾ, അതിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ലൈഫിലെ വിജയങ്ങളിൽ ഒന്നാണ്. അപ്പം ഞാൻ എത്തിച്ചേർന്നതിൽ എനിക്ക് നിരാശയില്ല. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ
ഒരു 12 വയസ്സുള്ള ഉണ്ണിയോട് അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള ഉണ്ണിയോട് 25 വയസ്സുള്ള ഉണ്ണിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മോനെ, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ സമയത്ത് നീ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ഞാൻ എന്നെ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അതുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ ഉപദേശിക്കാൻ കിട്ടുമ്പോൾ മലയാളി ഇരുന്ന് ഉപദേശിക്കുന്നത്. നിങ്ങൾ വെറുതെ ഒരു ചായക്കടയിൽ പോയിട്ട് കുറച്ച് പ്രായമുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ ഒന്ന് വെറുതെ ഇരുന്നാൽ മതി. അയാളുടെ ജീവിതത്തിലെ മുഴുവൻ എക്സ്പീരിയൻസുകളും അയാൾക്ക് എടുക്കാൻ പറ്റാതെ പോയ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ ഉപദേശിക്കും. അതങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരു ഉപദേഷ്ടാവാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ തിരുത്താൻ ആഗ്രഹിക്കുന്ന കുറേ സ്ഥലങ്ങൾ, വെളിച്ചം, വഴികാട്ടി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ ചിലപ്പോൾ വെളിച്ചമില്ലാത്ത പയ്യൻ എന്നായിരിക്കും. പക്ഷേ പയ്യന് മാത്രമേ വെളിച്ചമില്ലാതിരുന്നുള്ളൂ. ഇന്ന് എത്തി നിൽക്കുന്ന ഉണ്ണിയുടെ മുന്നിൽ ഇടിമിന്നൽ ഇടിച്ച പോലെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിന്നലുണ്ണി എന്നും പേരിടാവുന്നതാണ്. പക്ഷേ ഈ കുട്ടിക്കാലം മുതലേ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ലൈഫല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം വെളിച്ചമില്ലാതിരുന്ന ഒരുപാട് ഘട്ടങ്ങൾ, അതിലെടുക്കാതെ പോയ തീരുമാനങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കുറ്റബോധങ്ങൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എന്നോട് തെറാപ്പിസ്റ്റ് പറയുന്നുണ്ട്. ഞാനും അത് മനസ്സിലാക്കി വരികയാണ്. എന്നാൽ പോലും ടൈറ്റിൽ നമുക്കത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പേടിയുണ്ടോ? അങ്ങനെ പേടിച്ചിരുന്നാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്നേ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ വായിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരിയില്ലേ, രണ്ടാമത് വായിക്കാമെന്ന പുള്ളിക്ക് ഇച്ചിരി എനർജി കിട്ടിയിട്ടുണ്ട്. ആരോ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരി നല്ല ശബ്ദത്തിൽ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, സിനിമയിലെ നെഗറ്റീവ് ഫാക്ടേഴ്സ് സംസാരിക്കുമ്പോൾ, ഇവിടെയൊക്കെ ഇമോഷണലി, ഇൻ്റലക്ച്വലി, ഫിനാൻഷ്യലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആളുകൾ അവിടെ നിൽക്കുന്നത്. ഒരു പൊളിറ്റീഷ്യനെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ചിരിച്ചുകൊണ്ട് അതിനെ നോക്കിക്കാണുന്ന പൊളിറ്റീഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ വിമർശിച്ചതിൻ്റെ പേരിൽ വേട്ടയാടിയിട്ടുള്ള ഇവരുടെ മറ്റു മുഖങ്ങൾ കണ്ടിട്ടുള്ള ആളുകളും ഉണ്ട്. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കാണാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തും നമ്മുടെ നേർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു കാര്യം പരമാവധി വേദനിപ്പിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കടുത്ത ആക്രമണം വന്നിട്ടില്ല. പിന്നെ ചെറിയ തോതിൽ വിമർശിക്കുമ്പോൾ പോലും കാര്യം മനസ്സിലാക്കാൻ വിവരമില്ലാത്തവർ കുറച്ച് ആൾക്കാർ അതിരൂക്ഷമായി പ്രതികരിച്ച സിറ്റുവേഷൻസ് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള പല ആളുകളും പിന്നീട് നമ്മളോട് ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളാണ്. ഏറ്റവും നന്നായിട്ട് അവരുടെ പുതിയ ഓരോ സിനിമ വരുമ്പോഴും പുതിയ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മളോട് പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സെൻസുള്ള കുറച്ച് ആളുകളുണ്ട്. പിന്നെ വിമർശിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പേടിക്കണം എന്നുള്ള ആംഗിളിലല്ല, നമ്മൾ വിമർശിക്കുന്നുണ്ട് ഒരാൾ ഇല്ലാണ്ടായി പോരുത്. എനിക്കത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ആംഗിളിലാണ് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് സോ ഫാർ. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളാണ്. നിങ്ങൾ എന്നെ കേൾക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. യൂട്യൂബിൽ എത്രയോ തംബ്നെയിലുകളുണ്ട്, എത്രയോ ക്യാപ്ഷനുകളുണ്ട്, എത്രയോ നന്നായി സംസാരിക്കുന്ന, എത്രയോ നന്നായി ചിരിക്കുന്ന, ഏറ്റവും നന്നായി നിങ്ങളോട് സംസാരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ യൂട്യൂബിൽ ഇരിപ്പുണ്ടാവും. അവരുടെ ഒക്കെ വീഡിയോ പാരലൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ക്ലിക്ക് ചെയ്തില്ലേ? ഞാൻ പറയുന്ന ഈ ചോദ്യം വരെ നിങ്ങൾ എത്തിയില്ലേ? ഈ ചോദ്യം എത്തുമ്പോഴേക്ക് ഏതാണ്ട് 15 മിനിറ്റ് ആവുന്നു. ഈ ചോദ്യം ആവുമ്പോഴും നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ 15 മിനിറ്റൊക്കെ നിങ്ങൾ എന്നെ കണ്ടിരിക്കാൻ വേർത്താണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് സോ ഫാർ. പക്ഷേ ഇതിലും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്നെ തേടി എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, വരുമായിരിക്കും. നെക്സ്റ്റ്, 5 years ബാക്ക്, വാട്ട് യു വാണ്ട് ടു ബി ടുഡേ ആൻഡ് ഇഫ് ദിസ് ഇറ എൻഡ്, വാട്ട് യു വാണ്ട് ടു ബി? 5 വർഷം മുമ്പ്, അതായത് ഇന്ന് 5 വർഷം മുമ്പ് എങ്ങനെ ആയിരുന്നിരിക്കണം ഈ ലൈഫെന്ന് ഞാൻ ആഗ്രഹിച്ചതിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന, ആൾക്കാരൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാകണം എന്ന് 5 വർഷം മുമ്പ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കടങ്ങളൊക്കെ തീർത്ത് സെറ്റിലായി ഒരു വീട്, കുടുംബം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയിലേക്കൊക്കെ മാറണം എന്നൊരാഗ്രഹവും ഉണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ നടക്കുന്നു, ചിലതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു, നന്നായി വരുമെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത 5 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ കൊച്ച് അംഗനവാടിയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന ദിവസം ഒരു സെലിബ്രേഷനായിട്ട് ആഘോഷിക്കുന്ന ഒരച്ഛനാവണം. ആ കുട്ടി ഏറ്റവും നന്നായി നോക്കുന്ന ഒരച്ഛനായിരിക്കണം. ആ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ വളരെ സ്നേഹത്തോടു കൂടി നോക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കണം, എൻ്റെ ഭാര്യ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അങ്ങനത്തെ ആഗ്രഹങ്ങളെ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ളൂ. 5 വർഷത്തിനപ്പുറം അല്ലാതെ 5 വർഷത്തിനപ്പുറം കേരളം, ലോകമൊക്കെ അറിയുന്ന ഒരു വലിയ ഓൺട്രപ്രണർ ആവണം, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ ആസ്തി വേണം എന്നൊന്നും എനിക്കില്ല. സന്തോഷമുള്ള, സമാധാനമുള്ളൊരു കുടുംബം വേണം. ബൈ ദ വേ, നമ്മുടെ പാരായണം നടത്തിക്കൊണ്ടിരുന്ന ആളുടെ എനർജി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. പുള്ളി എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ സ്പീക്കറിന് ക്വാളിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പം നമ്മുടെ നേരത്തെ ചോദ്യം, 5 വർഷത്തിനപ്പുറമുള്ള ലൈഫ് എന്ന് പറയുന്നതിൽ ഞാൻ പെൺകുട്ടികൾക്ക് പറഞ്ഞു തരുന്നൊരു ഓപ്ഷൻ, നിങ്ങൾക്കറിയോ, ഞാൻ ഈ താമസിക്കുന്ന പ്രദേശത്തെ സ്ഥാനാർത്ഥിയുടെ പേര് രാജലക്ഷ്മി എന്നാണ്. പിന്നെ ആർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എനിക്കിവിടെ വോട്ടില്ല സുഹൃത്തുക്കളെ,
ഇവർക്ക് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചാൽ പോരെ, ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കണോ? വന്ദേ മാതരമൊക്കെ പാടുന്നുണ്ട്. ഏത് മൂഡ്? വോട്ട് മൂഡ്, ഏത് മൂഡ്? തെരഞ്ഞെടുപ്പ് മൂഡ്. അങ്ങനെ ഇലക്ഷൻ്റെ ശല്യക്കാർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വിഭാഗത്തിൻ്റെ ആൾക്കാർ വരും, അവരുടെയും അനൗൺസ്മെൻറ്റ് പരിപാടി. നിങ്ങൾ ഇത്രയും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി, നമ്മൾ ഇവിടെ സ്റ്റുഡിയോയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതാവുന്ന അത്രയും സൗണ്ട് വരെ ഉണ്ടാക്കുന്നത് ഒരു 100-300 മീറ്റർ അപ്പുറത്ത് ഈ സാധനം കൊണ്ടുവന്ന് ബഹളം വെച്ചിട്ടാണ്. ഈ സ്പീക്കർ കടന്നു പോകുന്നതിൻ്റെയൊക്കെ തൊട്ടടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഇല്ലേ, അവർ ആ പിള്ളേരെയൊക്കെ ഒന്ന് പാൽ കൊടുത്ത് ഉറക്കിക്കിടത്തി സമാധാനമാക്കി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒച്ചപ്പാട് ബഹളം ഉണ്ടായിക്കൊണ്ട് പോകുന്നത് എന്തൊരു വൃത്തികേടാണ്. എത്രയോ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഭയങ്കരമായിട്ടുള്ള ശബ്ദവും മുഴക്കമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വോട്ടറെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരും. അതിൽ പരിപാടിയാണ് ഇതൊക്കെ എത്രയോ വർഷങ്ങളായി. ഇത് മാറ്റി പിടിക്കാൻ സമയമായില്ലേ? നിങ്ങൾക്കൊക്കെ ബഹളം വെക്കാനും നാട്ടുകാരെ അറിയിക്കാനും ഒക്കെ വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലം തിരഞ്ഞെടുക്കും. ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഉറപ്പുള്ള, ഇപ്പം ഭരണകൂടങ്ങൾ ഉറപ്പ് നൽകുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ഈ വീട്ടിൽ ചെന്ന് ശല്യം ചെയ്യുന്ന പരിപാടി നിർത്തിക്കൂടെ? നിങ്ങളൊരു പേപ്പറൊക്കെ ആയിട്ട് കുറച്ച് പ്രവർത്തകർ ഇറങ്ങി നടന്ന എല്ലാവരോടും വോട്ട് ചോദിക്കുക, വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചായയും കടിയും കിട്ടിയെന്നും വരും. ലോകത്ത് എല്ലായിടത്തും ഇലക്ഷനും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെ ആളുകൾ ജയിക്കുന്നു. ഈ വീടിൻ്റെ അറ്റത്ത് വന്ന് ഒച്ചപ്പാട് ബഹളം ഇത്രയും സ്പീക്കർ വെച്ച് നാട്ടുകാരെ കേൾപ്പിച്ചേ അടങ്ങും എന്നുള്ള വാശി. നമുക്ക് അതിൽ നിന്ന് മാറിയിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളൊക്കെ നമ്മൾ പയറ്റണ്ടേ? അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമ്മുടെ 5 വർഷത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി ബഹളം വെച്ചുകൊണ്ട് വന്ന്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു പുരുഷൻ്റെ ശരീരത്തിൽ സ്ട്രെസ് ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു അവയവമുണ്ട്. ആ അവയവം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും, ബൈസെപ്സ് ആണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ളൊരു സ്ട്രെസ് റിലീഫ് പോയിൻ്റാണത്. ഒരാളിങ്ങനെ ചുറ്റിപ്പിടിച്ച്, നമ്മുടെ കയ്യിലിങ്ങനെ ചുറ്റിപ്പിടിച്ച് നമ്മുടെ തോളത്ത് തലവെച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ഐ ആം ദെയർ ഫോർ യു എന്ന് പറയുന്ന ഒരു ഫീല്. ഗോവിന്ദ, കറക്റ്റ് സമയത്ത് തന്നെ അങ്ങനെ ചുറ്റിപ്പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നൊരു വാം ഫീലുണ്ട്. ദാറ്റ് സംതിങ് എൽസ്. അപ്പോൾ അത് ജീവിതത്തിലുടനീളം കിട്ടണം എന്ന് പറയുന്ന അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതും അതാണ്. ഇത്രയും നേരം ഒരു പാട്ടുപാടി അവസാനം ഒരു ഗോവിന്ദ ഹരേ ഗോവിന്ദ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, അതെങ്കിലും സമാധാനം. കോപ്പിറൈറ്റ് കിട്ടില്ലെന്ന് നമുക്ക് വിചാരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാസ് വ്ളോഗിങ് എവർ ചേഞ്ച്ഡ് യുവർ പേഴ്സണാലിറ്റി? എൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറണമല്ലോ. നമുക്ക് ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടത് ഒരു മാറ്റമാണ്. അത് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ റേഡിയോ ജോക്കി ആവുന്നതിന് മുമ്പ് വായി തോന്നി എല്ലാം വിളിച്ച് പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ അവിടെ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. നമ്മളൊരാൾക്കൂട്ടത്തിലിരിക്കുമ്പോൾ പറയുന്ന പല കൗണ്ടറുകളും എല്ലാവരും ചിരിക്കും. പക്ഷേ അതിൽ ചിലതൊന്നും അത്ര നല്ല കൗണ്ടറുകളല്ല. ഓളത്തിൽ അവരങ്ങ് ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ പഠിക്കണം. അത് കഴിഞ്ഞിപ്പോൾ വ്ളോഗിങ്ങിലേക്ക് വരുന്ന സമയത്താണെങ്കിലും എനിക്കിതാരും പറഞ്ഞു തരാനോ ഇതിൻ്റെ അകത്ത് ഇന്ന ഭാഗങ്ങൾ പറയരുതെന്ന് പറഞ്ഞു തരാനോ തുടക്കത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വായി തോന്നി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ കേസാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും കൺട്രോൾ ചെയ്യണം. അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലും അതിനൊരു റിഫ്ലക്ഷൻ ഉണ്ടാവും. മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഞാൻ വേറെ ആരോ ആയിപ്പോയി എന്ന് പറയുന്ന പോലെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരായിരുന്ന ആളുകൾ അവരിപ്പോഴും എൻ്റെ കൂട്ടുകാരാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്കെയിലും വ്യത്യാസം വന്നിട്ടില്ല. അതിനുശേഷം എൻ്റെ കൂടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള വന്നിട്ടുള്ള ആളുകൾ അവരാരും എനിക്കൊരു വലിയ മാറ്റം ഉണ്ടായി, നീ ആളാകെ മാറിപ്പോയി എന്ന് പറഞ്ഞ് ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങളില്ലാതിരുന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോയ പോലെ അല്ലേ. മനുഷ്യന് ജീവനുണ്ടെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. തിയേറ്ററിൽ കണ്ടിട്ട് റിവ്യൂ ഇടാത്ത 5 സിനിമകൾ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് റിവ്യൂ ഇടാത്ത സിനിമകളുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഏറ്റവും സഭ്യമായ ഭാഷയിൽ ഒരു പുല്ലുമില്ല സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് ഫീൽ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ചില സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും, അയ്യോ സിനിമയെക്കുറിച്ച് എനിക്ക് സംസാരിക്കണം. ചിലപ്പോൾ കൂടെ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാൻ തോന്നും. പക്ഷേ അയാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ എനർജിയിലൊരു ഡ്രോപ്പ് വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അപ്പോൾ വീടെത്തി സ്ക്രിപ്റ്റൊക്കെ എഴുതി ഷൂട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ വെളുപ്പിന് 3 മണിക്കൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷേ ചില സിനിമകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും പോയെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി, എൻ്റെ അമ്മേ എന്തൊരു പടം വരുന്നത്, ഇവനൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നും. പക്ഷെ നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു ക്രിയേറ്റർ അല്ലേ, അയാളുടെ ഈ പടം പാളിയെങ്കിൽ അടുത്ത പടം ചിലപ്പോൾ നന്നായിന്ന് വരും. അങ്ങനെ ചില സിനിമകൾ സഹിക്കാൻ പറ്റാതെ വന്നിട്ട് ഒന്നുമില്ല, അതായത് പോസിറ്റീവായ ഒന്നുമില്ല, ട്രോൾ ചെയ്യാൻ പോലും ഒന്നുമില്ല,
എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വിട്ട് കളഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. ഒരു സിനിമ റിലീസായ സമയത്ത് ഞാൻ അതിൻ്റെ അവതരണം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ്റെ കൂടെ പഠിച്ച ആളുകളും അതിൽ ചിലർ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ നിരത്തി പിടിച്ച് ഉണ്ണി വ്ളോഗുകളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ ഫേസ്ബുക്കിൽ നിരത്തി പിടിച്ച് കുറിപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേ സംവിധായകൻ്റെ അടുത്ത സിനിമ റിലീസാവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അന്ന് എന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ശബ്ദമുയർത്തുന്നു എന്ന് പറഞ്ഞ വന്ന പോസ്റ്റുകാരൊന്നും ആ സിനിമ കണ്ടിട്ടുമില്ല, അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടുമില്ല. ഞാനും മിണ്ടാൻ പോയിട്ടില്ല. സിനിമ അസഹനീയമായിരുന്നു. അത് 4 ഭാഷകളിലെന്തോ ആ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. ആ സംവിധായകനും ആരും റിവ്യൂ ഇടാത്തതിനെക്കുറിച്ചോ ഒന്നും സംസാരിച്ചു കണ്ടില്ല. പടം വന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രസ് മീറ്റ് കണ്ടു. പക്ഷേ 1-2 ദിവസം മാക്സിമം അത് തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ സിനിമേനെ ട്രോൾ ചെയ്യാൻ പോലുമില്ല. ഇനി ഞാൻ ട്രോളെങ്ങാനും ചെയ്തിട്ട് പുള്ളിക്ക് ഇനിയും വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ട് കളഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ല ആ സിനിമ ഇറങ്ങിയത്. ഞാനായിട്ട് അറിയിക്കുന്നത് എന്തിനാന്ന് വരെ ചിന്തിച്ചു പോയി. അങ്ങനെയുള്ള സിനിമകളുണ്ട്. പക്ഷേ ആ സിനിമകളൊന്നും പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച സംവിധായകൻ പോലും അയാളും നാളെ ഒരു നല്ല സിനിമയുമായി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നല്ല സിനിമ അടിപൊളി സിനിമയാണെങ്കിൽ ഞാൻ അടിപൊളി എന്ന് തന്നെ പറയും. അവിടെ ഈ പറയുന്ന ചിന്തകളൊന്നുമില്ല. നല്ല സിനിമകൾ തരുന്ന കലാകാരന്മാരെ നമ്മൾ പൊക്കി പറയാമെന്നുള്ളതാണ്. ചിലത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ആർക്കും ഒരു ദ്രോഹമില്ല, പ്രേക്ഷകരും അത് കാണാൻ പോകുന്നില്ല. ഞാനായിട്ടത് പറഞ്ഞ് അവർക്കൊരു കുറ്റം പറഞ്ഞെന്നുള്ളൊരു വിഷമവും വേണ്ട. അവരുടെ കുറച്ച് കൂട്ടുകാർ കണ്ടിട്ട് നല്ല സിനിമ എന്ന് അവരോട് പറയും. അവരതുമായിട്ട് സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളയുന്നതാണ്. അടുത്തൊരു ചോദ്യം, വയസ്സായാൽ ഈ ചാനൽ മക്കൾക്ക് കൊടുക്കുമോ എന്നുള്ളതാണ്. കൊടുക്കില്ല. എൻ്റെ കയ്യിലുള്ള ഒന്നും ഞാൻ മക്കൾക്ക് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരവർക്കുള്ളത് അവരവൻ അധ്വാനിച്ചുണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇനിയിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വയസ്സാകുമ്പോൾ മുദ്രപത്രത്തിൽ വിരലടയാളമൊക്കെ വെച്ചെടുത്തുകൊണ്ട് പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഇതിനെ കവച്ചു വെക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം അടുത്തൊരു 10-20 വർഷത്തിനുള്ളിൽ വരും. ഞാനിപ്പോൾ മക്കളെ ഉണ്ടാക്കാൻ പോയാലും 10-20 കൊല്ലമെങ്കിലും എടുക്കും അവർ ഈ പറയുന്ന പരിപാടിയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അന്ന് വേറെ എന്തെങ്കിലും ആയിരിക്കും. അന്ന് യൂട്യൂബിൽ ചിലപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ അപമാനമാവുന്ന പോലെ ആയിരിക്കും. ആ തന്തപ്പടി അന്ന് കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്ന് പറയുന്ന പോലെയും ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇപ്പം ഞാൻ ഈ ചാനലൊന്നും ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ എൻ്റെ തന്നെയാണ് ഇരിക്കുക. നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കും. എങ്ങനെ നന്നായി ജീവിക്കാം, എങ്ങനെ ഒരു നല്ല പൗരനാവാം, കൂടെ ജീവിക്കുന്നവരെ എങ്ങനെ നന്നായി കാണാം എന്നൊക്കെയുള്ള ആ പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ നടത്തി കൊടുക്കും. അതിനപ്പുറത്തേക്ക് എഴുതി കൊടുത്ത് എളുപ്പ വഴിയിൽ എന്തെങ്കിലും നേടാനുള്ള ഒരു പരിപാടിയും ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം അതർ യൂട്യൂബ് ചാനൽസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ണിയാണ്, അവരവരാണ്, അത്രേ ഉള്ളതില്ല വ്യത്യാസം. അപ്പം ഞാൻ ഈ പറഞ്ഞ റേഡിയോ ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ട് ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റായി വേറെ എവിടെയും കിട്ടാത്ത എന്തോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് നിങ്ങളിൽ കുറച്ച് ആളുകൾക്ക് കണക്റ്റ് ആവുന്നു. നിങ്ങളിവിടെ ഇരിക്കുന്നു, കേൾക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, എനിക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് ഇപ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുക? ഈ പറഞ്ഞ സംസാര രീതിയിലുള്ള വ്യത്യാസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. പിന്നെ ആളുകളല്ലേ, മാറിക്കൊണ്ടിരിക്കില്ലേ, അതിനനുസരിച്ച് ഓരോരോ വ്യത്യാസങ്ങളുണ്ടാവില്ലേ. നിങ്ങൾ പറയൂ, മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും, ഞാനും വായിച്ച് ആനന്ദിക്കട്ടെ. സബ്സ്ക്രൈബർ മീറ്റപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു സബ്സ്ക്രൈബർ മീറ്റപ്പ്. ഞാനും ശ്രുതി അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്. ഇതെങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ, കുറേ ആൾക്കാരോട് നിങ്ങളെല്ലാവരും കൂടി രാവിലെ വന്നോളൂ, നമുക്ക് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാനോ, അല്ലെങ്കിൽ കുറേ ഫുഡും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊരു നല്ല ഹോട്ടലിലൊരു പരിപാടിയെന്നോ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിലുള്ളൊരു വൈബുണ്ട്. ആ വൈബിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സ്ഥലമായിരിക്കണം, അങ്ങനത്തെ ഒരു റീസൺ ആ മീറ്റപ്പിന് ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങളത് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ മീറ്റപ്പ് ഉണ്ടാവും. പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി ഓടിവായോ എന്ന് പറയുന്ന പോലത്തെ പരിപാടി ആയിരിക്കില്ല. സെലക്റ്റീവായിട്ട് നമുക്ക് കുറച്ച് ആളുകളായിട്ട്, നമുക്ക് എന്തായാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സാണുള്ളത്, അപ്പോൾ ആ കുറച്ച് ആളുകളെ കുറേശ്ശെയായിട്ട് കാണാം എന്നുള്ള രീതിയിൽ ഒരു പരിപാടി പ്ലാനിങ്ങിലുണ്ട്. നമുക്കതിനെക്കുറിച്ച് വഴിയെ പറയാം. എനി മൂവി യു ഫെൽ ഡിഫറെൻറ്റ് ഫ്രം ഫസ്റ്റ് വ്യൂ? കുറേ സിനിമകളുണ്ട്. നമ്മൾ ആദ്യം കാണുന്നതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റായിട്ട് 2ാം കാഴ്ചയിലും ചിലപ്പോൾ 3ാം കാഴ്ചയിലും ഫീൽ ചെയ്യും. നമ്മൾ അതുകൊണ്ടാണ് ഈ മൂവി റീവാച്ച് എക്സ്പീരിയൻസസ് വീഡിയോ ചെയ്യുന്നത്. അന്ന് കണ്ടിട്ടില്ലാതിരുന്ന, അല്ലെങ്കിൽ അന്ന് കാണുന്ന സമയത്ത് എനിക്ക് അറിവില്ലാതിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഓരോരുത്തർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഈവൻ ഞാൻ തന്നെ ഓരോ സിറ്റുവേഷനിലും ഓരോ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കി വരുന്നത്. എന്ന് പറയുന്ന പോലെ ഒരു സിനിമ ഞാൻ കാണുമ്പോൾ അന്നിൽ നിന്ന് വ്യത്യസ്തനായ
വ്യത്യസ്തനായ ഒരാളായിട്ടാണല്ലോ ഞാൻ ഇന്ന് ആ സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് ആ സിനിമയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ വ്യത്യാസമായി ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റീവാച്ച് എക്സ്പീരിയൻസ് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ആകുമെന്ന് കരുതി ടോപ്പിക്സ് ഒഴിവാക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺട്രവേഴ്സിയുടെ അകത്തുനിന്ന് പൈസ മാന്താൻ വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതി ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ കോൺട്രവേഴ്സി ആകുമോ എന്ന് കരുതി അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി, ആ കോൺട്രവേഴ്സിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു, അത് നമ്മളും സംസാരിച്ചാൽ നമുക്ക് പൈസ കിട്ടും എന്ന് കരുതി നമ്മളൊരു ടോപ്പിക് ചെയ്തിട്ടില്ല. നമുക്ക് സംസാരിക്കാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ടോപ്പിക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസിൽ എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ ലെങ്ത് കുറയ്ക്കാമോ? കുറച്ച് പറയാൻ പറ്റുന്ന കണ്ടന്റ് വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് നമ്മൾ കുറയ്ക്കാറുണ്ട്. കുറച്ച് ഇരുത്തി പറയേണ്ട കാര്യങ്ങളുണ്ടെന്ന് തോന്നുമ്പോഴാണ് വീഡിയോ ലെങ്ത് കൂട്ടാറുള്ളത്. പിന്നെ കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. റീൽസും ഷോർട്സും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ജോലിയുടെ ഇടയ്ക്ക്, യാത്രയുടെ ഇടയ്ക്കൊക്കെ പ്ലേ ചെയ്ത് കേൾക്കുന്ന ഒരു പോഡ്കാസ്റ്റ് കൾച്ചറുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ടൻറ്റ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. കുറച്ച് സമയമെടുത്ത് നന്നായി സംസാരിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതങ്ങനെ സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ലെങ്ത് കൂട്ടിയിട്ട് വേണം എനിക്ക് എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നതല്ല. ടോപ്പിക്കിനനുസരിച്ചാണ്. പിന്നെ കാഴ്ചക്കാരെ എല്ലാവരെയും നമ്മൾ പരിഗണിക്കേണ്ടത്. ഷോർട്ടായിട്ട് കാണാനാണെങ്കിൽ ഷോർട്സ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. മോർ മൂവി റീവാച്ച് എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ചെയ്യാം. ഫിലിം റിവ്യൂവർ മീറ്റപ്പ് നടക്കാറുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ വെച്ച് ഓരോരുത്തരും മീറ്റ് ചെയ്യാറുണ്ട്. മീറ്റപ്പായിട്ട് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ഉറപ്പായും എല്ലാവരെയും അറിയിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മൂവി വിച്ച് ഇസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ബട്ട് സ്റ്റിൽ ലവ് ടു വാച്ച്. അതിന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഹൻലാൽ സിനിമകൾ, മമ്മൂക്കയുടെ കുറേ പഞ്ച് ഡയലോഗുകളുള്ള സിനിമകൾ. എനിക്ക് കിങ് ഭയങ്കര ഇഷ്ടമാണ്. ദി കിങ് ഭയങ്കര ഡയലോഗും പരിപാടികളൊക്കെയാണ്. പക്ഷേ പൊളിറ്റിക്കലി ഭയങ്കര ഇൻകറക്റ്റായി എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളുണ്ട്. എന്നാലും അങ്ങനെ എന്ത് സ്റ്റൈലാണ്, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു നടത്തമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ലാലേട്ടൻ്റെ നമ്മളീ പറയുന്ന തമ്പ്രാൻ വേഷങ്ങൾ, കുറേ രസമുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണും. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ദിലീപ് കോമഡികൾ പലതും കാണാറുണ്ട്. ചിലതിപ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പോലും രസമുള്ള കോമഡികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതാണ്, തിരുത്താൻ ആവശ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളൊരു കലാകാരനെയോ ആർട്ടിനെയോ വർക്കിനെയോ അത് തന്നിട്ടുള്ള ഇമ്പാക്റ്റിനെയോ ഒന്നും ഇല്ല എന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സിനിമ, ആഗ്രഹം, ഡയറക്ഷൻ, ആക്ടിങ്. അവരവിടെ പാട്ട് വെച്ച് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ട്രിമ്മായി പോകും. എന്തൊരു കഷ്ടമാണ്. സിനിമ, ആഗ്രഹം, ഡയറക്ഷൻ, ആക്ടിങ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. സിനിമയേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുടുംബം, സമാധാനം, സന്തോഷം. അത്രയൊക്കെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ച ആളുകളുണ്ട്. അങ്ങനെ കാര്യമായി എൻ്റെ കയ്യിലൊന്നും ഇല്ല. അങ്ങനെ ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയാൽ നമ്മളീ പറഞ്ഞ പോലെ ഒരു 4-5 വർഷത്തിന് ശേഷം കുറച്ച് സമാധാനമായിട്ടിരിക്കുമ്പോൾ ഒരു തിരക്കഥ എഴുതിയാലോ എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുതുമായിരിക്കും. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും എൻ്റെ പ്ലാനിലില്ല. ഹൗ ഡു യു സ്റ്റേ ഗ്രൗണ്ടഡ് ആൻഡ് ജെനുവിൻലി ഹാപ്പി? ആർ യു ട്രൂലി ഹാപ്പി നൗ? ഐ എം ട്രൂലി ഹാപ്പി. പക്ഷേ ജെനുവിൻലി ഹാപ്പി ആയിട്ട് നിങ്ങൾ എന്നെ വീഡിയോസ് കണ്ടിരുന്ന എല്ലാ കാലത്തും ജെനുവിൻലി ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. വളരെയധികം വിഷമത്തിലൂടെ തകർന്നു പോയി എന്ന് ഉള്ളിൽ ഫീൽ ചെയ്യുന്ന സമയങ്ങളിലും ഞാൻ ചിരിച്ചുകൊണ്ട് വന്നിരുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ നന്നായി കരുതുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വലിച്ചു വാരി കൊണ്ടുവന്നിട്ടിട്ട് അയ്യോ ഇത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ സംഭവിച്ചു ഗൈസ്, അതായി ഗൈസ് എന്ന് പറഞ്ഞ് ഞാനിതുവരെ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല. ജെനുവിൻലി എല്ലാ കാലത്തും ഹാപ്പി ആയിരുന്നില്ല. ഇന്ന് ഞാൻ ജെനുവിൻലി ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഈ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു എന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു ഹാപ്പിനെസ് നിങ്ങളെ കാണിക്കുകയല്ല, നമ്മളൊരു നല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം എൻ്റെ മുഖത്ത് വേണ്ടേ? ഞാൻ ഈ ആകെ മൊത്തം ഡെസ്പടിച്ചിരുന്ന് നല്ല സിനിമയൊക്കെയാണ്, സൂപ്പർ അഭിനയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണുമോ? ഇല്ലല്ലോ. നല്ല സിനിമയെ ആ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. ഇപ്പോൾ ജെനുവിൻലി ഹാപ്പിയാണ്. ആൻഡ് ഹൗ ഡു യു സ്റ്റേ ഗ്രൗണ്ടഡ്? ഞാനങ്ങനെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നന്മയുടെ നിറകുടമായ ആരെയും അങ്ങനെ എല്ലാവരുടെ അടുത്തും വളരെ വിനയാന്യതനായി നിൽക്കുന്ന ഞാനൊരു ഇൻട്രോവേർട്ട് ലെവൽ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ എൻ്റെ വിനയമായി കാണുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അതിവിനയമുള്ള അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റേതായിട്ടുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ആരുടെ തലയിൽ കയറാനോ ഞാൻ വേറൊരാളേക്കാൾ ഉയർന്ന ഒരാളാണെന്നോ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അഹങ്കാരം ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ കുറച്ച് അഹങ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി പാവമാണ്. ബുക്സ്, മൂവീസ് that are made great impact in your life, greatest inspiration in life. അത് കുറേ ഉണ്ട്, കോൺസ്റ്റൻ്റ്ലി ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. ആടുജീവിതം ഞാൻ ഒരു പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പുസ്തകം, സിനിമ അത് നല്ല സിനിമയാണ്, ഗംഭീര മേക്കിംഗ് പരിപാടിയൊക്കെയാണ്. പക്ഷേ പുസ്തകം ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ്, ഒരു ഇൻസ്പിറേഷൻ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നിട്ടില്ല. സിനിമകൾ കുറേ ഉണ്ട്, കുറേ നമ്മളെ ഭയങ്കരമായിട്ട് മാറി ചിന്തിപ്പിച്ച സിനിമകളുണ്ട്. അത് ഏതെന്നൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്ന ഉടനെ ഓർത്തെടുക്കാനില്ല. പക്ഷേ നമുക്ക്
അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ത്രെട്ടനിങ് വന്നപ്പോഴോ അല്ലാതെയോ ചാനൽ പൂട്ടി പോകാൻ തോന്നിയിരുന്നോ? ഇല്ല, ചാനൽ പൂട്ടിക്കളയുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതായത് ഈ ഫേക്ക് ആയിട്ടുള്ള കോപ്പിറൈറ്റും പരിപാടികളൊക്കെ തന്ന് അവരെൻ്റെ ചാനൽ പൂട്ടിക്കുമോ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ഗ്രൗണ്ട് സീറോ എന്നാണ് ഇവിടം വരെ എത്തിയത്. ഇനി ഇത് ഒന്നേന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്കതിൽ യാതൊരു മടിയുമില്ല. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് എനിക്ക് സപ്പോർട്ടുണ്ട്, കാഴ്ചക്കാരുടെ സപ്പോർട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ലൈഫിലും എനിക്ക് സപ്പോർട്ടുണ്ട്. സോ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സ്ട്രോങ് ആയി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഈ ഗ്രോത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ധൈര്യം എനിക്കുണ്ട്. അതുകൊണ്ട് പേടിയല്ല, പക്ഷേ അവന്മാർ പൂട്ടിക്കളയുമോ എന്ന് പറയുന്ന ഒരു മുൻകരുതൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നി സ്വയം തിരുത്തിയ റീസെൻ്റ് എക്സ്പീരിയൻസ് അതും കുറേയുണ്ട്. ഞാനിപ്പോൾ തിരുത്തലുകളുടെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാം തിരുത്തി കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണിപ്പെറുക്കി റീൽസോ ഷോർട്സോ ഒക്കെ ചെയ്യാം. ടോപ്പിക് സെലക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ വിത്തൗട്ട് ഹേർട്ടിങ് എനി വൺ, അതങ്ങനെ വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഒരാളെ ഉപദ്രവിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? ഒരാളുടെ പക നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യം എന്താണ്? അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളുടെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ വിമർശനം എന്ന് പറയുന്നത് ബേസിക്കലി 2 രീതിയിലാണ്. ആളുകൾ എന്തിനാണ് വിമർശിക്കുന്നത്? ഒരു തെറ്റ് കണ്ടു, അയാൾ ആ തെറ്റ് തിരുത്തി നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അയാളെ വിമർശിക്കാം. മറ്റൊന്ന്, അയാൾ ഇനി ഇവിടെ വേണ്ട, ഈ തെറ്റ് ചെയ്തവൻ ഇനി ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലും അതിനെ വിമർശിക്കാം. നമ്മളിതിൽ ആദ്യത്തെ ആംഗിളിലാണ് പോകുന്നത്. നമുക്ക് അവരെ വേണം, നമുക്ക് മനുഷ്യരെ വേണം, മനുഷ്യരെ ക്യാൻസൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കും, ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചു പോകുന്നതാണ്. ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ തോന്നിയത് എന്ത് ബോറ് വീഡിയോ ആണ് എന്ന് തന്നെയാണ്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അങ്ങനെയാണ്. ഞാൻ റേഡിയോ ജോക്കിയായിട്ട് എൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് ആദ്യമായി റെക്കോർഡ് ചെയ്ത ഓഡിയോ കേട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ നോക്കുന്നത് ഞങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ആലോചിച്ചു, എന്തൊരു വൃത്തിയിട്ട സൗണ്ടാണ്, ബാക്കി RJസിൻ്റെ ഒക്കെ സൗണ്ട് മുഴങ്ങിയൊക്കെ കേൾക്കുന്നു, എനിക്ക് RJ ആയിട്ടിരിക്കാൻ പറ്റില്ല ഗൈസ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നൊരു സാധനം റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കാണുമ്പോൾ നമുക്ക് അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഗ്രാജുവലി നിങ്ങളത് മനസ്സിലാക്കും. നമ്മൾ പറയുന്ന കണ്ടന്റിലാണ് കാര്യം ഇരിക്കുന്നത്. ശബ്ദമോ രൂപമോ ഇതൊക്കെ സെക്കൻഡറിയോ ടെർഷറിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കോ ആണ് വരുന്നത്. അത്രയുമാണ് നമ്മുടെ കയ്യിൽ മിച്ചം ഇരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫിൽട്ടർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൈൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു Q&Aയുടെ ചോദ്യങ്ങൾ സോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പരമാവധി ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പ് പല Q&A വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമ്മൾ ഈ വീഡിയോയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ Q&A പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പാർട്ട് 1 കാണാനുള്ള ലിങ്ക് കൂടി കൊടുക്കാം. അപ്പം ഇത്രയും ചോദ്യങ്ങളിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ. ആൻഡ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതൊന്നും അല്ലാത്ത Q&A 1 കൂടി കണ്ടിട്ട് അതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ട് ചോദിക്കാനാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ വൈൻഡപ്പ് ചെയ്തപ്പോൾ ഒരു പാട്ട് നിർത്തി, അത് അടുത്തത് തുടങ്ങി, അതിന് മുമ്പ് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.